അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അറ്റ് പോയിന്റ് എത്തിയപ്പോൾ ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. കുറെ വിഷമങ്ങളും ആരോട് ഷെയർ ചെയ്യണമെന്ന് പോലും അറിയാണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ഓരോ ഡിസിഷൻസ് ആയാലും ഓരോ കാര്യങ്ങളായാലും നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് അല്ല, എല്ലാവരും ഇംപെർഫെക്റ്റ് ആണ്. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മേരി. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് നേരം എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദേവാനം, ഒരു ഗോഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. സോ ആ ഗോഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണ കാലം ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങാം. സോ ഒരു ലോസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് ആക്ച്വലി. അത് തന്നെ ഒരു ചെറിയ പോർഷനാണത്. ഒരു കുഞ്ഞു പയ്യനാണെങ്കിൽ ഒരു അപ്പൻ്റെ കൂടെ കാർണിവലിന് പോവാണ്. ലോട്ട് ഓഫ് പീപ്പിൾ, ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണത്. അപ്പോൾ അവരങ്ങനെ പോയി അപ്പൻ്റെ കൈ പിടിച്ചിട്ടാണ് ആ കുഞ്ഞു മകനാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അപ്പോൾ വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് കുഞ്ഞുമോൻ ഇങ്ങനെ പറയാണ്, എനിക്ക് ഈ കാര്യങ്ങൾ മർമറിങ് ആണ്. ഇങ്ങനെ അച്ഛനോട് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊന്നും പറയണില്ല, എനിക്കിത് ഈ റൈഡിന് പോകണം, ആ റൈഡിന് പോകണം, എനിക്ക് ഈ സാധനങ്ങൾ വേണം, അത് വേണം എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അച്ഛനെങ്ങനെയാണ്, അപ്പനാണെങ്കിൽ ഒന്നും ഗണിക്കാണ്ട് ഒരു ഇതിൽ ഇങ്ങനെ അവർ രണ്ടുപേരും പോവാണ്. പക്ഷെ അറ്റ് പോയിന്റ് എത്തിയപ്പം ഈ കുഞ്ഞു മകൻ്റെ കൈയും അച്ഛനെ കൈയായിട്ട് വിടുകയാണ്. അറ്റ് പോയിന്റ് ആ ക്രൗഡഡ് പ്ലേസിലാണെങ്കിൽ ആ കുഞ്ഞു മകൻ്റെ കൈ ഇങ്ങനെ വിട്ട് ഇങ്ങനെ മോനാണെങ്കിൽ ഇങ്ങനെ വീണ്ടും ആ വേൾഡ്ലി തിങ്ങിലോട്ട് ഇങ്ങനെ നോക്കി ആസ്വദിച്ച് നടക്കാണ്. പക്ഷെ ഒരു സമയത്തെപ്പോൾ കുഞ്ഞു മോനാണെങ്കിൽ മനസ്സിലായി എൻ്റെ അപ്പൻ്റെ കൈ വിട്ടു എന്ന്. ആ സമയത്ത് മകനാണെങ്കിൽ ഭയങ്കര പാനിക്കാവും. ഇങ്ങനെ എനിക്ക് അപ്പനെ കാണണം എന്നുള്ളൊരു ഇതിൽ വരാണ്. അപ്പം അങ്ങനെ ഒരാൾ വന്നു, വേറൊരു സ്ട്രേഞ്ചർ വന്നു. അപ്പോൾ ഈ മോനിങ്ങനെ കരയണ കണ്ടിട്ട് സ്ട്രേഞ്ചർ ചോദിക്കണം എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോൾ സ്ട്രേഞ്ചറിന് മനസ്സിലായി എന്നിട്ടാ നമ്മുടെ അപ്പനെ കാണാണ്ടായി, അപ്പം അതിന് വേണ്ടിയാണ് കരയണേന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മനസ്സിലായപ്പോൾ അപ്പോൾ ആ സ്ട്രേഞ്ചർ ഞാൻ കരച്ചിൽ നിർത്താൻ വേണ്ടി ഇത് തരാം അത് തരാം എന്നൊക്കെ കുറേ ഒരു വാലിഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഗണിക്കാണ്ട് നമ്മുടെ മോനാണെങ്കിൽ പറയാം, എനിക്ക് അപ്പനെ കണ്ടാൽ മതി, എൻ്റെ പാരൻസിനെ കണ്ടാൽ മതി എന്ന് ഇങ്ങനെ പറയണം. ഇതാണ് എൻ്റെ ജീവിതത്തിലും നടന്നത്. എൻ്റെ ജീവിതത്തിൽ നടന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനും ഒരു 10ാം ക്ലാസ്സിൻ്റെ സമയം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതം ഭയങ്കര ക്രൂഷ്യലായിട്ട് പോകുന്ന സമയമാണ്. കാരണം ഏറ്റവും വേൾഡ്ലി ഹാപ്പിനെസ്സും കൂടെ ഞാൻ ജീവിച്ചു പോകുന്നൊരു സമയമാണ്. ഇങ്ങനെ ഓരോ പാപത്തിലൂടെയും ഓരോ ജീവിതത്തിൻ്റെ അന്ധകാരത്തിൽ കൂടെ ഒക്കെ പോകുന്ന സമയം എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് മനസ്സിലാവാണ്ടിരിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. കുറേ കരച്ചിലും കുറേ വിഷമങ്ങളും ആരോട് ഷെയർ ചെയ്യണമെന്ന് പോലും അറിയാണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞാൻ പോകുന്ന സമയത്തും എന്നെ ഏറ്റവും കൂട്ടുപിടിച്ചിരുന്ന ഒരു സാധനമായിരുന്നു കുമ്പസാരം എന്ന് പറഞ്ഞൊരു സാധനം. ഞാൻ ഇതിൻ്റെ മഹത്വം അറിയണത് 10ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ ഞാനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യായിരുന്നു. ആ പ്രോഗ്രാം ഞാൻ സാധാരണ ഒരു ധ്യാനം പോലെ തന്നെ എന്തെങ്കിലും ആവട്ടെ, അപ്പനമ്മയും പറഞ്ഞു നമ്മൾ പോകുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ 10ാം ക്ലാസ്സിലൊരു ധ്യാനം അറ്റൻഡ് ചെയ്യണ സമയത്ത് ആ കുമ്പസാരം, അന്നൊരു കുമ്പസാരത്തിൻ്റെ ആ ദിവസത്തിൽ ഞാൻ കടന്നുപോയ ഡിഫറെൻറ്റ് ഇമോഷൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഭയങ്കര ഏറ്റവും രാവിലെ തൊട്ട് വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഇമോഷൻസിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരുക്കത്തിൻ്റെ സമയത്തായാലും ഓരോ സമയത്താണ് ഞാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ആ കുമ്പസാരത്തിൻ്റെ സമയത്തും ഞാൻ അവിടെ നിന്ന് ഇരിക്കുമ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ഇങ്ങനെ ഒരാൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഇത് പറ അത് പറയാം. പക്ഷേ എൻ്റെ മനസ്സിനെ തന്നെ റിജക്റ്റ് ചെയ്യായിരുന്നു. എനിക്കിതൊന്നും പറയണ്ട, എനിക്ക് ഒരു അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ അച്ഛൻ എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിക്കായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഒരുങ്ങി കുമ്പസാരിക്കണമൊക്കെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അവിടെ. അപ്പം ഞാനിങ്ങനെ ഭയങ്കര പേടിയായിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഇത് പറ അത് പറ. പക്ഷെ ഞാൻ എന്നെ തന്നെ എൻ്റെ മനസ്സിനെ റിജക്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമായിരുന്നു ഞാൻ കുമ്പസാരിക്കാൻ കയറിയിരുന്നത്. അപ്പം ഞാൻ കയറി, അച്ഛൻ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഞാൻ സാധാരണ പറയണ ഒരു ഓർഡറൊക്കെ ഞാനിങ്ങനെ അത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അറ്റ് പോയിന്റ് എത്തിയപ്പോൾ ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി.
ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ ഇന്നലെ കരയണേന്നും കൂടി എനിക്ക് അറിയണ്ടായിരുന്നില്ല. ആ സമയത്ത് അച്ഛൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എടാ കുഴപ്പമില്ല, എടാ ഒരു പ്രശ്നവുമില്ല. ആ സമയത്ത് ആ പോയിന്റ് എത്തിയപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ മനസ്സിലുണ്ടായ വിഷമങ്ങളും എൻ്റെ പണ്ടുണ്ടായ ഓരോ സിൻസും അന്ധകാരം ഒക്കെ ഞാൻ അവിടെ പറയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത്, ഐ എം ഡാം ഷുവർ, 100% ഉറപ്പായിരുന്നു എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത് എൻ്റെ ഈശോപ്പയാണെന്ന്. അത്രയും ഭയങ്കര വിശ്വാസത്തിലാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ സമയത്ത് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനമായിരുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയാൻ. കാരണം അത്രയും ഞാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് പോയിരുന്ന ഒരു സമയങ്ങളായിരുന്നു ആ സമയം. അപ്പം ഞാൻ അച്ഛനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണ്ട, എടാ കുഴപ്പമില്ല, സമാധാനിപ്പിക്കായിരുന്നു എന്നെ ഈശോപ്പം നിൻ്റെ കൂടെ ഉണ്ട്, ഈശോ നിന്നെ അത്ര അധികം സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ അൺകണ്ടീഷണൽ ലവ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റിയത്, ഏറ്റവും ഈശോപ്പം എൻ്റെ കൂടെ തൊട്ടപ്പുറത്ത് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുള്ള ഫീലിംഗ് എനിക്ക് വന്നത് ആ കുമ്പസാരക്കൂട്ടിലായിരുന്നു. കുമ്പസാരക്കൂട്ടിൽ എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഈശോയാണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണുകൾ തുറന്നത് അപ്പോഴായിരുന്നു. അങ്ങനെ എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കുമ്പസാരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ എനിക്ക് അപ്പം തന്നെ ഈശോനെ സ്വീകരിക്കാൻ പറ്റി. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു അത്. അങ്ങനെ എൻ്റെ ഓരോ ജീവിതത്തിലും ഓരോ സ്റ്റെപ്സ് എന്ന് പറയണത് അങ്ങനെയായിരുന്നു. ഞാൻ എപ്പോൾ വീണാലും, ഞാൻ ഒരു കുമ്പസാരം കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് തന്നെ അങ്ങനെ നന്നാവണമെന്നൊന്നുമില്ല, ഗ്രാജുവലായിട്ട് നമ്മളത് നന്നാവും. എപ്പോൾ വീണ് പോയാലും എനിക്ക് ഓടിപ്പോയിട്ട് കുമ്പസാരിക്കാനും, എപ്പോൾ എൻ്റെ മനസ്സിന് ഗിൽട്ട് ഫീൽ ചെയ്താലും എൻ്റെ തൊട്ടപ്പുറത്ത് പോയിട്ട് കുമ്പസാരിക്കുക, ഈശോയുടെ അടുത്തൊന്ന് പോയി സംസാരിക്കാനും, ആ കുമ്പസാരക്കൂട്ടിൽ കിട്ടുന്ന ആ റീഫ്രഷ്മെൻറ്റും ആ റിലീഫും വേറെ എവിടെയും കിട്ടത്തില്ല. ഇങ്ങനെ ഓരോ പാപ സാഹചര്യത്തിലും ഞാൻ വീണു പോകുമ്പോഴും എനിക്ക് ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന ആ ബ്ലെസ്സിങ്ങും ആ പരിശുദ്ധാത്മാവിൻ്റെ ഓരോ അനുഗ്രഹവും, ആ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം, ഏത് സ്കൂളിൽ പോകണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും എന്നെ ഈശോപ്പം കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു, ഒരു സ്കൂളിൽ എത്തിച്ചു. അത് ഞാൻ ഒരിക്കലും വേണ്ടാന്ന് റിജക്റ്റ് ചെയ്തൊരു സ്കൂളായിരുന്നു. പക്ഷേ ഈശോപ്പ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഈശോപ്പയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ അനുസരിച്ച് എന്തും നടക്കത്തുള്ളൂ. സോ അങ്ങനെ ഞാനാണെങ്കിൽ ആ സ്കൂളിലോട്ട് പോവുകയും അവിടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഈശോ പറയുന്ന ഓരോ വഴികളിലൂടെ പോവുകയും ഓരോ കാര്യങ്ങളും പോകുമ്പോഴും ആ സമയത്തൊക്കെ ഞാൻ തനിച്ചല്ലായിരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ഈശോ എൻ്റെ കൂടെ എൻ്റെ കൈ പിടിച്ച് നടക്കണത്. ആ വേൾഡ്ലി ഹാപ്പിനെസ്സിനും കൂടെ ഒക്കെ ഞാൻ ഇങ്ങനെ പോയിട്ട് അവസാനം എനിക്കാണെങ്കിൽ ഈശോയുടെ കൂടെ എത്തിക്കാനും, അതുപോലെ തന്നെ ആ ഈശോനെ കണ്ടുപിട്ടുന്ന ഓരോ നിമിഷങ്ങളും ഓരോ സമയങ്ങളും അത് ഭയങ്കര മെസ്മറൈസിങ് ആയിട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ എൻ്റെ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ഓരോ ഡിസിഷൻസ് ആയാലും ഓരോ കാര്യങ്ങളായാലും നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് അല്ല, എല്ലാവരും ഇംപെർഫെക്റ്റ് ആണ്. സോ ആ സമയത്തൊക്കെ എനിക്ക് ഓടിപ്പോയിട്ട് കുമ്പസാരിക്കാനും എന്നിട്ട് ഓരോ ഡിസിഷൻസ് എടുക്കാനും ആ സമയത്തൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഇടപെടലൊക്കെ ഉണ്ടാവണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിൽ കാണുന്ന ഒരു അനുഭവമാണ് ആക്ച്വലി അത്. ഞാൻ തളരുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഓരോ വിഷമങ്ങൾ ഞാൻ തന്നെയാണെന്ന് തോന്നുമ്പോഴും ആ സമയത്തൊക്കെ ഈശോൻ്റെ കൂടെ കൃത്യമായിട്ട് ബൈബിളിലൂടെ ആയാലും കുമ്പസാരത്തിലൂടെ ആയാലും ഞാൻ ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്തായാലും ആ ഈശോ തരുന്ന ഓരോ ബ്ലെസ്സിങ്സും ഓരോ റിലീഫും അത് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇങ്ങനെ ഉടനീളം പോയിക്കൊണ്ടിരുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇപ്പം ഞാൻ കോളേജിലായിരിക്കുന്ന സമയത്തും ഈശോനെ കൃത്യമായിട്ടാണ് മോൾഡ് ചെയ്തെടുക്കുന്നത്. എൻ്റെ ഓരോ ഇമോഷൻസ് മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഇത് വേണം അത് വേണം, ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഞാൻ മർമർ ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് ഇത് വേണം അത് വേണം അത് വേണം. പക്ഷെ ഈശോയ്ക്കൊരു വ്യക്തമായൊരു പ്ലാൻ ഉണ്ട്. ഞാൻ എവിടെ നിന്ന് ഈശോയുടെ കൈ വിട്ടു പോയാലും ഈശോ ഇപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ എന്നെ തിരിച്ച് ഈശോയിലോട് എത്തിക്കും. ഇങ്ങനെ എന്താ പറയുക, എനിക്ക് തിരിച്ച് അപ്പനെ വേണം ആ തേഴ്സ്റ്റ് ആ ജോയ് ഒക്കെ വരണത്, എനിക്ക് അപ്പനെ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊരു ഇത് വരത്തില്ലേ, അതൊക്കെ എനിക്ക് ആ കുമ്പസാരത്തിലൂടെ ഇങ്ങനെ ഓരോ ഇത് പോകുമ്പോഴുള്ള എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ കുമ്പസാരത്തിൽ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നണം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ അടുത്ത് തൊട്ടപ്പുറത്ത് ഈശോ നമ്മളെ കേൾക്കുന്നുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങളും ഈശോയുടെ ഒരു ഫീലിങ്ങും നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് അത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരത്തിൽ ആശീർവാദമൊക്കെ കിട്ടുമ്പോഴും അതുപോലെ തന്നെ ഓരോ പ്രായശ്ചിത്തങ്ങൾ കിട്ടുമ്പോഴും അതൊക്കെ ഭയങ്കര ഏറ്റവും ഓരോരോ കാര്യങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്.
കുമ്പസാരമാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതും എനിക്ക് ഈശോയായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയതും എനിക്കിങ്ങനെ ഈശോയുടെ കൃപകൾ ഇങ്ങനെ ഒഴുകിയതൊക്കെ ഞാൻ കുമ്പസാരത്തിലൂടെ തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ ആ കുമ്പസാരം ഞാൻ ഇപ്പോഴും ഈ ദിവസങ്ങളിലായാൽ പോലും ഞാൻ ആ സ്നേഹം വീണ്ടും തിരിച്ചെടുക്കാനും ആ കൃപ ഇങ്ങനെ ഞാൻ വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കുമ്പസാരത്തിലൂടെയുള്ള ഒരു ജീവിതവും ഭയങ്കര മനോഹരമായി തീർത്ത് ദൈവത്തിന് നന്ദി.